ഹലോ, വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. സോ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ലൈക്ക്, ഷെയർ, കോമെൻറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സൂയിലാണ് ഉള്ളത് എന്ന്. അതന്നെ, നമ്മളൊരു സൂയിലാണ് ഉള്ളത്. നമ്മൾ ഇന്നത്തെ ജേണി നമ്മൾ സൂയിലേക്ക് ആക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു മോർണിംഗ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 10 ഒക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങി. കാരണം ഇവിടെ എത്തുമ്പോഴത്തേനും നല്ല ചൂടുണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങിയതാണ്. ഇവിടെ നമ്മൾ ഇറങ്ങി. ഇത് ഉമ്മുസുക്കീമിൻ്റെ അതുപോലെ തന്നെ ഷാർജയുടെയും ബോർഡറാണ് കേട്ടോ. നമ്മളിതാ കയറി വന്നതും ജിറാഫ്, പിന്നെ അങ്ങനെയുള്ള ഡിയർ, അങ്ങനെയുള്ള കുറേ അനിമൽസിനെ അവിടെ കണ്ടു. അപ്പോൾ നമുക്ക് ഇതിനെ ഫീഡ് ചെയ്യാനുള്ള ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അവരെന്നെ അവിടെ ഗ്രാസൊക്കെ വെച്ചിട്ട് ആ ഗ്രാസിന് 5 dirhams ആണ്. നമുക്ക് ഒരു ബണ്ടിൽ, ഒരു ചെറിയൊരു ബണ്ടിൽ ഗ്രാസ് ഉണ്ടാവും. അപ്പോൾ അത് എല്ലാവർക്കും ഫീഡ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ അത് നമുക്ക് 5 dirhams വാങ്ങിക്കാൻ പറ്റും. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ അഡൾട്ട്സിന് 25 dirhams ആണ്. ഒരു 1 ഇയറിന് കൂടുതലായ കുട്ടികൾക്കും 25 dirhams തന്നെയാണ്. ബിലോ 1 ഇയർ ആണ് പിന്നെ ഫ്രീ എൻട്രി എന്ന് പറയാം നമുക്ക്. ഇവിടെ ചിയു ഭയങ്കര ഹാപ്പിയാണ്. കാരണം അനിമൽസിന് ഇത്ര ക്ലോസ് ആയിട്ട് ആദ്യമായിട്ട് ആൾ കാണുന്നത്. ഈവൻ ഞാനടക്കം ഷിഫാദും ജിറാഫിനൊക്കെ ആദ്യമായിട്ട് ഇത്ര ക്ലോസ് ആയിട്ട് കാണും. അപ്പോൾ ഞങ്ങളും കുറച്ച് എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ സൂവിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ജിറാഫ്, ഡീർ, അതിൻ്റെയൊക്കെ ഒരു ഇതാണുള്ളത്. ചിയു ദേ ഗ്രാസ് കൊടുക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഓരോ ആദ്യം ആൾ പേടിച്ച് കുറച്ചിങ്ങനെ നിന്നെങ്കിലും ഇപ്പോൾ ആൾ ഓക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഫീഡ് ചെയ്ത് നടക്കുക. എന്ന് വെച്ചാൽ വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ജിറാഫിനും ഡീറിനും. പിന്നെ എന്തൊക്കെയോ എന്താണെന്ന് എനിക്കറിയില്ല, അനിമൽസിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. കാരണം നമ്മളീ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇത്രയും ക്ലോസ് ആയിട്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട്. ഇവിടെ നമ്മൾ എലിഫൻറ്റിൻ്റെ സ്റ്റാച്യു കണ്ടുള്ളൂ, എലിഫൻറ്റിനെ കണ്ടില്ല. അപ്പോൾ നമ്മളിതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങി മെല്ലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ ഡക്സ്, അതിൻ്റെ ഏരിയയാണ് നമുക്കിവർ ഫീഡ് ചെയ്യാം കേട്ടോ. അതിലൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. അപ്പോൾ നല്ല ചൂടായിരുന്നു. ജിയുവാണെങ്കിൽ ക്യാപ്പൊന്നും ഇടുന്നില്ല. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ ബേർഡിനെ കണ്ടു. ഫാമിലിയിൽപ്പെട്ടെന്ന് വെച്ചാൽ പാരറ്റിൻ്റെ ഫാമിലിയുള്ള മെക്കാവ് എന്ന് പറയുന്ന ഒരു ബേർഡാണ്. ഇതെന്ന് വെച്ചാൽ നമ്മളൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ ബീക്കിലേക്ക് നമ്മൾ കൈ കൊണ്ടുപോയി എന്ന് വെച്ചാൽ അത് കടിക്കും. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളൊന്നും കയ്യിൽ വെച്ചാലൊന്നും ഒന്നും ചെയ്യില്ല. പക്ഷേ നമ്മൾ ഫേസ് ടു ഫേസ് ചെയ്യേണ്ട നമ്മൾ കടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബേർഡ് മാത്രം ഇങ്ങനെ മെക്കാവ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. എലോണായിട്ട് ഇരിക്കണം. അപ്പം ഞാൻ അതിനെ ഒന്നിങ്ങനെ സൂം ചെയ്ത് വീഡിയോ എടുത്തതാണ്. പക്ഷെ അത് കടിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷേ അവിടെയുള്ള എല്ലാവരും പറയുന്നത് അത് കടിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ പോയത് ഈ ലൈക്ക് ഫ്ലെമിംഗോസ് പോലത്തെ കുറച്ച് സംഭവങ്ങൾ, എനിക്ക് എന്താണെന്നറിയില്ല. പിന്നെ അവിടെ ഓസ്ട്രിച്ച് ഉണ്ട്. അതിനൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം. എല്ലാം ഈ ഗ്രാസ് കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഈ ഗ്രാസ് വെച്ചിട്ട് തന്നെ ഫീഡ് ചെയ്യാം. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അനിമൽസാണ്. ബേർഡ്സ് ആണെങ്കിലും നല്ല ഫ്രണ്ട്ലിയാണ്. കാരണം അധികം നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇല്ല. അപ്പോൾ നമുക്ക് നല്ല ഫ്രണ്ട്ലി ആയി തോന്നും. അതുപോലെ തന്നെ സ്നേക്കിന് അവിടെ വലിയ വെറൈറ്റി ഇല്ല. കാരണം അത്ര ഒരു ജീവനില്ലാത്ത പോലെ, ഒരു വികാരമില്ലാത്ത പോലെ കിടക്കുന്നുണ്ട്. ഐ തിങ്ക് ഇത് പൈത്തൺ ആണെന്ന് തോന്നുന്നുണ്ട്. അത് എന്താണെന്നറിയില്ല, അത്ര വെറൈറ്റി ഇല്ല. ഒരു 2-3 സ്നേക്സ് അവിടെ ഉള്ളൂ. പക്ഷെ അത് അത്ര രസമല്ല കാണാൻ. പിന്നെ ഇതിൻ്റെ ഒന്നും പേര് എന്താണെന്നറിയില്ല. നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുന്നുണ്ട് അതിന്. പക്ഷേ ഇതിനെന്താണെന്നറിയില്ല, ഗ്രാസ് കഴിക്കുന്നേ ഇല്ല. ഷിഫാദ് 18 പണി നോക്കിയിട്ടും കിട്ടുന്നില്ല. പിന്നെ ക്യാമലിൻ്റെ ഒക്കെ ഏരിയ ഉണ്ട്. ഇങ്ങനത്തെ അനിമൽസിൻ്റെ ഒക്കെ ഏരിയ വന്നു. ഇവർക്കൊക്കെ വൈഡായിട്ടുള്ളൊരു ഏരിയ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഷിഫാദ് ഇവിടെ ക്യാമലിനെ ഭയങ്കര സ്നേഹിക്കല, തലയിൽ തലോടലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കളിയാക്കുന്നുണ്ട്. രണ്ടുപേരും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊരു കിസ്സും കൊടുത്തിട്ടുണ്ട്. ചിയുവിനെ എടുത്തിട്ട് പോവുക. അപ്പോൾ ആ ക്യാമലിനെ തൊടാം. അവൾ ആദ്യം പേടിച്ചിട്ടൊക്കെ നിന്നു. പിന്നെ ആദ്യം നന്നായി പേടിച്ചു. പിന്നെ മെല്ലെ തൊട്ട് ഓക്കെ ആയിട്ട് വരുമ്പോൾ വീണ്ടും തൊടാൻ നിൽക്കുന്നുണ്ട്. ആൾ ഓക്കെ ആയിട്ട് അങ്ങനെ ഡാഡയും മോളും കൂടി ക്യാമലിനെ ഇങ്ങനെ തൊട്ട് തലോടി നിൽക്കുകയാണ്. നല്ല രസമാണ്. ഈ ക്യാമൽസൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ തൊടുന്നത് ഇങ്ങനെ ആസ്വദിച്ചിട്ട് നിൽക്കുക. നമ്മളൊരു എന്താ പറയുക, കെയർ കിട്ടാതെ അവർ കെയർ കൊടുക്കുന്ന, സ്നേഹം കൊടുക്കുന്ന
കൊടുക്കുന്ന രീതി അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അവരിങ്ങനെ അത് നമ്മളനുസരിച്ച് ഇങ്ങനെ നിൽക്കും. പിന്നെ കൗ ഉണ്ട്, പിന്നെ ഗോട്ട്, അങ്ങനെ കുറേ വെറൈറ്റി. ഈ കൗവൊക്കെ നമ്മൾ നാട്ടും പുറത്ത് കാണാൻ പറ്റുന്ന ടൈപ്പ് കൗസാണ്. ഈ കളേർഡായിട്ട് നമുക്ക് എവിടെയും അധികം കാണാൻ കിട്ടില്ല, റയറാണ്. ഇതൊക്കെ നമുക്ക് റയറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഷീപ്പ്, ഗോട്ട്സൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ടൈപ്പ് സംഭവങ്ങൾ. നമ്മൾ ഈ ഗ്രാസ് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേന് അവർ അത് കഴിക്കാൻ വേണ്ടി നമ്മളടുത്തേക്ക് ഓടി വരും. നല്ല ക്യൂട്ടായിട്ടുണ്ട് എല്ലാ അനിമൽസും, നല്ല രസമാണ്. മെയിൻ തിങ് എന്ന് പറയുന്നത് ഇവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ തിങ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ഹോഴ്സിൻ്റെ സ്റ്റേബിൾ, കുറേ വെറൈറ്റി ഓഫ് ഹോഴ്സസ് ഉണ്ട്. സ്റ്റേബിൾ എന്ന് പറയുന്നത് അത്രയും വാസ്റ്റായിട്ടാണ് സ്റ്റേബിൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയും വാസ്റ്റായിട്ടാണ് ഇവിടെ. പിന്നെ ഹോഴ്സ് റൈഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോഴ്സ് റൈഡ് എന്ന് വെച്ചാൽ ഒരാൾക്ക് പെർ പേഴ്സൺ 10 dirhams ആണ്. അതുപോലെ തന്നെ ക്യാമൽ റൈഡും അവർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിതാ മെല്ലെ ചിയൂവിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, അതിൻ്റെ ഹോൺസ് എന്ന് വെച്ചാൽ അതിൻ്റെ കൊമ്പൊക്കെ ഭയങ്കര സ്ട്രോങ്. ഇപ്പോൾ ഞാനതൊന്നും ഇങ്ങനെ തൊട്ട് നോക്കിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഹോഴ്സ് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ. ക്യാമലിൽ ഇരുന്നിട്ടുണ്ട്, പക്ഷെ ഹോഴ്സിൽ ഇതുവരെ ഇരുന്നിട്ടില്ല. അപ്പോൾ ഹോഴ്സ് റൈഡ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെല്ലെ കയറിയിരുന്നു. ഷിഫാദ് പറഞ്ഞു ഷിഫാദ് ഇല്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ചിയു ഒരേ കരച്ചിലാണ്. പിന്നെ നമ്മളിതാ ലയൺ, ടൈഗർ, ലിയോപാഡ്, അങ്ങനത്തെ ആ ഒരു ടൈഗ്രസ് വെറൈറ്റിയിലുള്ള എല്ലാ അനിമൽസും അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മൾ അത്രയും ടയേർഡായിരുന്നു. അവിടുന്ന് ആ ഏരിയയിൽ നിന്ന് വന്ന് വെയിലും കൊണ്ട് അത്രയും ചൂടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ അനിമൽസിനെയും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ചൊക്കെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഇതാക്കി വേഗം നടക്കാമെന്നുള്ള രീതിയിൽ വേണ്ടതാണ്. ഇതാ കാങ്കരു. ഈ ഏരിയ എത്തിയപ്പോൾ പിന്നെ ചിയു ഭയങ്കരമായ എൻജോയ്മെൻറ്റിലായിരുന്നു. അപ്പം ഞാൻ ഷിഫാദിൻ്റെ അടുത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട് എടുക്ക്, കാരണം ഷിഫാദ് ഒരു അനിമൽ ലവറാണ്. അപ്പോൾ എടുക്ക് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചിയു ആൾ ഇവിടെ കളിച്ച് തിമിർത്തു എന്ന് തന്നെ പറയാം. ഞങ്ങൾക്കൊക്കെ പേടിയായിട്ടിരിക്കുകയായിരുന്നു എടുക്കാൻ. പക്ഷെ ചിയു അതിനെ പോയി തൊടലും പിടിക്കലും തലോടലും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഒരെണ്ണത്തിനെ എടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ താഴെ ഇറക്കൂ എന്ന് പറഞ്ഞിട്ടും ആൾ കേൾക്കുന്നേ ഇല്ല. ആൾ മൈൻഡേ ചെയ്യുന്നില്ല. ആളുടെ കയ്യിൽ അങ്ങനെയുള്ള സാധനം ഉണ്ട് നീ ആൾ നോക്കുന്നില്ല. പിന്നെ ബയർ ഉണ്ടായിരുന്നു. പക്ഷെ ബയർ പല സൈസിലുള്ള ബയേഴ്സ് ഉണ്ടായിരുന്നു. എന്താ പറയുക, നല്ല വെറൈറ്റി അനിമൽസ്, A to Z അനിമൽസ് എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം. അതിൽ എലിഫൻറ്റ് മാത്രമില്ല, ബാക്കിയല്ല. പിന്നെ ഒറാങ്കുട്ടൻ ഉണ്ടായിരുന്നു. അത് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ടെങ്കിലും ആരെയും ഒന്നും ചെയ്യുന്നില്ല. ആളുടെ കാര്യം അപ്പം ഞാനൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കിയതാണ്. എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് ഷിഫാദ് ഞാൻ മാറി നിന്നപ്പോൾ നീ പിന്നെ പേടി കളിയാക്കുന്നില്ല. അപ്പം ഞാൻ പോയി ഒന്ന് ടച്ച് ചെയ്താണ്. ആൾക്ക് ഒരു വികാരമില്ല. അപ്പം നമ്മളിതേ അങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞ് നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത്രയും നമ്മളെ ഇറങ്ങുമ്പോൾ കയറിയതൊരു 10 നമ്മളെ ഇറങ്ങിയതൊരു 5 ആയി. അത്രയും ഏരിയയിൽ ഈ സൂ ഉണ്ട്. അത്ര ഏരിയ നമുക്ക് കവർ ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും കവർ ചെയ്ത് വരുമ്പോഴത്തേനും ഒരു 4:30 to 5 എന്തായാലും ആയിരുന്നു. നമുക്ക് അത്രയും ചൂടുമായിരുന്നു. പക്ഷെ നമ്മളെല്ലാം കവർ ചെയ്തു. പക്ഷെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അധികം ക്യാപ്ചർ ചെയ്തില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു സൂ ആണ്. ദുബായ് ബേസ്ഡ് അല്ലെങ്കിൽ UAE ബേസ്ഡ് ആയിട്ടുള്ളവർ എന്തായാലും ഇത് ട്രൈ ചെയ്യണം, ഇവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഇവിടെ ഈ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. അസ്സലാമു അലൈക്കും.